മറ്റൊരാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മളെങ്ങനെയാണ് അതിനെ കാണുന്നത്. ശരിക്കും നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ഒരു ഉണ്ടാക്കാൻ ശ്രമിക്കും. നമ്മുടെ ക്വിസൊക്കെ ശരിക്കും ഒരു പ്രഷർ, എക്സാം റൂം പ്രഷർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സംഭവമായിരുന്നു നമ്മുടെ ക്വിസ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഒക്കെ. പുതിയ വരുന്ന ആസ്പിരൻസിനോട് എന്താ പറയുകയെന്ന് വെച്ചാൽ, പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യാനുള്ള യു ഡു യുവർ തിങ്സ്, അങ്ങനെ പറയുകയാണെങ്കിൽ പറയാം. അതുപോലെ CBI എൻ്റെ ഒരു മനസ്സിൽ ആദ്യമുള്ള ഒരു പോസ്റ്റായിരുന്നു. CBIയിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവം മോസ്റ്റ് കവേറ്റഡ് പോസ്റ്റുകളിൽ ഒന്നാണെന്നല്ലോ പറയാം CBI. എന്താണ് സ്ട്രോങ് ഏരിയ എന്ന് സാർ ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ അഡ്മിഷൻ്റെ സമയത്ത് ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞത് മാത്സ് ആണെന്ന് പറഞ്ഞു. മാത്സ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ക്ലാസ് തുടങ്ങിയപ്പോൾ എൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ഏരിയ മാത്സ് ആണ്. ഗിവൺ ടൈമിനുള്ളിൽ എനിക്ക് ഒരിക്കലും മാത്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അഥവാ മാത്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇംഗ്ലീഷും GK എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അത് എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തെറ്റിയ ക്വസ്റ്റ്യൻ നമ്മളെല്ലാവരും അനലൈസ് ചെയ്യും, അത് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. പക്ഷേ ശരിയാക്കിയ ക്വസ്റ്റ്യനും നമ്മൾ അത് കറക്റ്റ് സമയത്താണോ അല്ലെങ്കിൽ കറക്റ്റ് വേ ഓഫ് മെത്തേഡിലാണോ നമ്മളത് ചെയ്തത്. ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ റാങ്കിൻ്റെ കഥ എന്ന സീരീസിൽ അടുത്തതായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീഹരി BK ആണ്. ശ്രീഹരി കഴിഞ്ഞ 2024 CGL പരീക്ഷയിൽ ഇൻകം ടാക്സിൽ ടാക്സ് അസിസ്റ്റന്റ് ആയിട്ട് ജോലിയിൽ കയറിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശ്രീഹരിയുമായിട്ട് പറയാനുണ്ട്. ശ്രീഹരി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിലാണ്, അതായത് സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷനിൽ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് CGL ക്ലിയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു ജോലി റിസൈൻ ചെയ്തിട്ടൊക്കെയാണ് CGLിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ശ്രീഹരി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സാർ. അപ്പോൾ ശ്രീഹരി, നമ്മുടെ പ്രിപ്പറേഷൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീഹരി ഫസ്റ്റ് അറ്റംപ്റ്റ്, അതായത് CGL പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെയാണ് ക്ലിയർ ചെയ്തിട്ടുള്ളത്. പല ആളുകൾ ഇത് 2, 3, 4 പ്രാവശ്യം 5 അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത ആളുകളുണ്ട്. പക്ഷേ ശ്രീഹരി ഇതിനു മുമ്പ് CGL എഴുതിയിട്ടുണ്ടെങ്കിലും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു, അല്ലേ? എങ്ങനെയാണ് ഈ ഒരു 1 ഇയർലി ഒരു SSC CGL ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തൊക്കെയാണ് ചെയ്തത് കാര്യങ്ങൾ, എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ജേണി മൊത്തത്തിൽ കംപ്ലീറ്റ്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ SSC മലയാളി ജോയിൻ ചെയ്തോടുകൂടിയാണ് നമ്മൾ ഈ സീരിയസ് പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിന് പറ്റിയൊരു ടീമും നമ്മളെ പവർ ഗ്രൂപ്പ് പോലെയുള്ള ഒരു സംഭവങ്ങൾ, ആ പിയർ ഗ്രൂപ്പിലുള്ള സംഭവങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്, ഇവിടുത്തെ ലാബ്, ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, പഠിക്കാൻ പറ്റിയൊരു സംഭവം. അതായത് ഇവിടെ ശരിക്കും ഞാൻ ഡേ സ്കോളർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് എനിക്കില്ല. നമ്മൾ 2023 ഡിസംബറിൽ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് 23 ഡിസംബറിലല്ല നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡേ സ്കോളറാണ്. രാവിലെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊയിലാണ്ടി എന്നുള്ള പരശുവിന് ഇങ്ങോട്ട് വരും. വൈകുന്നേരം കറക്റ്റ് സാറ് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയും പരശുവിന് പോകാനുണ്ട് സാർ, ആ ടൈം ആകുമ്പോൾ നമ്മൾ ഇറങ്ങും. ഈ ഒരു സംഭവമേ ഉള്ളൂ. ക്ലാസ്സിന് എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ കൂടെ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സീരിയസ്നെസ് ഇങ്ങനെ വരാൻ തുടങ്ങി. നമ്മൾ ബാച്ചിലുള്ള ഓരോരുത്തരും നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഒരു ലൈനിലേക്ക് വന്നു. പിന്നെ ഹോസ്റ്റലിൽ എക്സാം അടുത്തെത്തിയപ്പോഴാണ് കുറച്ച് സീരിയസ് ആയത്, അല്ലേ? ഓ ശരി. എക്സാം ടയർ 1 ഒക്കെ ഒരു മാസം മുന്നെയാണ് നമ്മൾ സീരിയസ് ആയിട്ട് നോക്കാൻ തുടങ്ങി. ടയർ 1 പിന്നെ ടയർ 2 ഒക്കെ ടയർ 1 കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് വേറെ ട്രാക്കിൽ തന്നെയാണ്, സീരിയസ് മൂഡ് തന്നെയാണ്. പിന്നെ ശ്രീഹരിൻ്റെ എന്ന് പറയുമ്പോൾ ശ്രീഹരി ഓൾറെഡി ഇതിന് മുമ്പ് ഈ എക്സാമിന് മുമ്പ് എനിക്ക് തോന്നുന്നു PSC ആസ്പിരന്റ് ആയിരുന്നു. PSCയിൽ ഒരു പരീക്ഷയും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അല്ലേ? അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന അവിടുന്ന് പരീക്ഷേൻ്റെ 3 മാസം മുമ്പ് റിസൈൻ ചെയ്തിട്ടാണ് SSC പരീക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞത്. എങ്ങനെയാണ് ആ ഒരു ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? ഈ പരീക്ഷ അല്ല, ഈ എക്സാം റിസൈൻ, അത് അവിടെ നിന്ന് പഠിക്കാൻ നടക്കില്ല, ഒന്ന് റിസൈൻ ചെയ്തിട്ട് നോക്കണം എന്നുള്ള ആ ഒരു ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? അത് സാർ എന്താ വെച്ചാൽ ശരിക്കും എൻ്റെ ഒരു ഡ്രീം പോസ്റ്റുകളിലൊന്ന് SSC CGL വരുന്ന ഒരു പോസ്റ്റാണ്. ശരിക്കും ഞാൻ SSCയിലേക്ക് വരുന്ന തന്നെ സാറ് യൂട്യൂബിൽ പറഞ്ഞ വീഡിയോയിൽ സാറിൻ്റെ പോസ്റ്റ് CBI ആയിരുന്നു. അതുപോലെ CBI എൻ്റെ ഒരു മനസ്സിൽ ആദ്യമുള്ള ഒരു പോസ്റ്റായിരുന്നു. CBIയിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവം മോസ്റ്റ് കവേറ്റഡ് പോസ്റ്റുകളിൽ ഒന്നാണെന്നല്ലോ പറയാം CBI, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഞാൻ SSCയിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഉള്ള സംഭവത്തിൽ നിന്ന് പിന്നെ മാറി പോസ്റ്റുകളിലൊക്കെ വേറെ പ്രിഫറൻസ് ഒക്കെ വന്നു. അപ്പോൾ പിന്നെ അങ്ങനെയായി. എന്തായാലും CGയിലേക്ക് വരാൻ കാരണം ഇങ്ങനത്തെ പോസ്റ്റുകളാണ്, കവേറ്റഡ് പോസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ പിന്നെ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷനിലേക്ക് വന്നു എന്നുള്ളത്. പിന്നെ സാറ് പറഞ്ഞ പോലെ റിസൈൻ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, അങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീമിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് അത് ഒഴിവാക്കിയേ തീരുമെന്ന് തോന്നി. അതായത് അവിടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്തൊരു ഫീൽ ഇല്ലായിരുന്നില്ല, അല്ലേ? അതെനിക്ക് ജോയിൻ ചെയ്യുമ്പോഴേ എനിക്കത്, ഞാനത് പ്രിപ്പയർ ചെയ്ത് നേടിയ പോലെയുള്ള ഫീൽ എനിക്കില്ല. ഒരു അച്ചീവ്മെന്റ് പോയാലും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഐ വിൽ ടേക്ക് ഇറ്റ് ഫോർ എ വിൻ, ബട്ട് നോട്ട് ഫോർ എ സക്സസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയാം, കുഴപ്പമില്ല. എന്നാലും ഒരു ജോബ് എന്നുള്ള രീതിയിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ എയിം വേറെ ആയതുകൊണ്ട് അത് വർക്കിന്റെ ഒരു പ്രശ്നം കൊണ്ട് നൈറ്റ് ഒക്കെ വരുമ്പോൾ, ഞാൻ സാറിന് തന്നെ അറിയാവും, ഞാൻ സാറിന്റെ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. രാവിലെ അവിടെ നിന്ന് നൈറ്റ് ഇറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്, ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ചിലപ്പോൾ ഉറങ്ങി പോയിട്ടുണ്ട്. സാറൊക്കെ തട്ടി വിളിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, റഷീദ് വേറെ സാറന്മാരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടായതുകൊണ്ട് മോക്ക് ടെസ്റ്റ് ഒന്നും എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടൈം എനിക്ക് കിട്ടാത്ത പോലെ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും റിസൈൻ ചെയ്ത്. പിന്നെ സാറിനോടാണ് ഞാനിത് പറയുന്നത്, സാർ ഇത് റിസൈൻ ചെയ്ത് തുടങ്ങിയതാണ് സംഭവം. ഫാമിലി അമ്മ എപ്പോഴും എന്തിനും സപ്പോർട്ടാണ്. അമ്മയ്ക്ക് നീ തോന്നുന്ന പോലെ ചെയ്തോ എന്നുള്ള ഒരു രീതി, എന്തായാലും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ അതിന് പോയിക്കോന്ന് പറയും. എപ്പോഴും അമ്മ ഒരു സപ്പോർട്ടാണ്. അമ്മയ്ക്ക് ഇതൊക്കെ എന്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾവ് ആക്കി തരും, എങ്ങനെയാണെങ്കിലും പറഞ്ഞ് റെഡിയാക്കി തരും. പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഫാമിലിയിൽ ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ കിട്ടിയൊരു ജോലി പോക്കുന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവും. എല്ലാവരും നമുക്ക് എന്തായാലും 100% സാറ്റിസ്ഫൈ ആക്കുന്നത്. ശരിക്കും ആരും എന്നോട് നീ അത് റിസൈൻ ചെയ്തോന്ന് ധൈര്യമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അതെനിക്ക് മനസ്സിലാവും, കാരണം ഞാൻ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് നമ്മളാരും സപ്പോർട്ട് ചെയ്യുന്നത് സേഫ് ആക്കി വെച്ചതിന് ശേഷം മാത്രം മറ്റൊരു കാര്യത്തിന് പോയാൽ മതി എന്നുള്ളൊരു എത്ര കോൺഫിഡന്റ് ആണെങ്കിലും ചിലപ്പോൾ നീ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എല്ലാം ഒരു ലക്കും കൂടി ഫാക്ടർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ആ ലിസ്റ്റിൽ വരാതായി പോകും എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാനത് നോക്കി, ഞാൻ മാക്സിമം നോക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പിന്നെ പക്ഷെ നടക്കുന്നില്ലാതെ കണ്ടപ്പോ റിസൈൻ ചെയ്തു. എങ്ങനെയാണോ ധൈര്യം കിട്ടിയെന്ന് വെച്ചാൽ ആ ടൈമിൽ ഇപ്പൊ ഞാൻ ഒന്ന് പേടിക്കുന്നുണ്ട്, അത് റിസൈൻ ചെയ്തിട്ട് എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇത് റിസൈൻ ചെയ്തെന്നുള്ളൊരു സംഭവം ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്തായാലും ഹാപ്പി, വീട്ടുകാരെല്ലാരും ഹാപ്പി. റിസൾട്ട് ഒക്കെ വന്ന ദിവസം വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രാത്രി ഒരു 12 മണിക്കാണ് റിസൾട്ട് വരുന്ന അന്ന് ശരിക്കും ഒരു ഡ്രാമയാണ്. എന്താ സത്യം പറഞ്ഞാല് അതിന്റെ തൊട്ട് തലേ ദിവസം ഞങ്ങളൊരു ടർഫ് ഫുട്ബോൾ മാച്ച് പ്ലാൻ ചെയ്തിരുന്നു നമ്മളെ ഫ്രണ്ട്സൊക്കെ. അപ്പൊ അന്ന് ഞാൻ ടർഫ് പോകണം. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദിവസവും ഈവനിങ്ങിലൊന്ന് ഓടാൻ പോകും ജസ്റ്റ് ചുമ്മാ. അപ്പോൾ ഗ്രൗണ്ടിൽ പോയി ജസ്റ്റ് ഓടാൻ പോയപ്പം അവിടുന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുട്ബോൾ കളിക്കുമ്പോൾ ഞാൻ സാധാരണ അവിടുന്ന് ഫുട്ബോൾ കളിക്കില്ല, ചരളുമാണ്, ഞാൻ ബൂട്ടൊന്നും ഇട്ടിട്ടില്ല, ഷൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് അവർ ആള് കുറവാണ്, ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി ഒരു 2 തട്ട് തട്ടുമ്പോഴത്തേക്ക് എൻ്റെ കാലൊന്ന് മടങ്ങി, ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്രാക്ചർ വന്നിരുന്നു. അന്നേരം എനിക്ക് കളിക്കാനൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ടർഫിൽ പോയി, ഞാൻ വെറുതെ ഇങ്ങനെ നിന്നു. ടർഫിൽ നിന്ന് അന്ന് കളിക്കേണ്ടായിരുന്നു, ഞാൻ പുറത്ത് നിന്നു, അവരെല്ലാം കളിച്ചു. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ല വേദന. പിറ്റേന്ന് പോയപ്പം തിരിച്ചു വന്നു, പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നത് നല്ല ബാൻഡേജ് ഒക്കെ ആയിട്ടാണ്, പ്ലാസ്റ്ററൊക്കെ ഇട്ട് എന്തായാലും 2 ആഴ്ച റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസമാണ് ശരിക്കും റിസൾട്ട് നമ്മൾ റിസൾട്ട് വരുന്നത്. അപ്പോൾ ആ റിസൾട്ട് വരുന്നതെന്ന് വൈകുന്നേരം നല്ല കാറ്റ്, ഇടി, മഴ എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, കറണ്ട് പോയതാണ്. പക്ഷേ മിക്കവാറും ഒരു 2 ദിവസം കൊണ്ട് റിസൾട്ട് വരും നമുക്ക് ഓൾറെഡി അറിയാം, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാ ചാനലുകളിലും ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 8 മണിയോടെ എന്റെ ഫോണും ഓഫായി, കറണ്ടും ഇല്ല, ചാർജ് ചെയ്യാനില്ല. ഞാൻ വിചാരിച്ചതാണ് പിന്നെ നാളെ നോക്കാന്ന് വിചാരിച്ചു റിസൾട്ടൊക്കെ. അപ്പൊ ഞങ്ങൾ ഒരു 11 മണിയാക്കുമ്പോൾ ആകുമ്പോഴത്തേക്ക് കടന്നു. പിന്നെ ഒരു 1 മണി അങ്ങനെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അനേകാണ് വിളിക്കുന്നത് തന്നെ. അനേക എന്നെ ട്രൈ ചെയ്തു, പക്ഷെ എന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ സിസ്റ്ററിന്റെ ഫോണിലേക്ക് വിളിച്ചു. എന്നിട്ട് അവളാണ് എന്നെ വിളിച്ചെണീപ്പിച്ചിട്ട് പറഞ്ഞത് റിസൾട്ട് വന്നിട്ടുണ്ട്, അനേക വിളിക്കുന്നു പറഞ്ഞ്. അനേക പറഞ്ഞാ എനിക്ക് GST, നിനക്ക് ഇൻകം ടാക്സ് നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഉറക്കത്തിന് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട്, ഫാൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചൂടുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് അങ്ങ് ഉറങ്ങാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഡീപ് സ്ലീപ്പ് ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് എണീച്ചു. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ രാവിലെ വരെ പ്ലാനിങ് എന്തൊക്കെയാണ് സംഭവം യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെയാണ് പേരൻസിന്റെ ഒക്കെ അമ്മേനോടും അച്ഛനോടൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാരണം എക്സാം എഴുതി അന്നത്തെ എൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചൊരു മാർക്കിലേക്ക് എത്തിക്കില്ല എന്ന് എനിക്ക് അന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോ തന്നെ ഞാൻ ഇവിടുന്ന് ചോദിച്ച എല്ലാവരോടും പറഞ്ഞത് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതി തന്നെയാണ്. എന്താ വെച്ചാൽ ഞാൻ ഒരു 330 ആ ഒരു റേഞ്ച് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ആ ഒരു റേഞ്ചിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല. അന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം എന്റെ ഫസ്റ്റ് സെഷൻ ഞാൻ കുറച്ചൊന്ന് വീക്കാണെന്ന് വെച്ചാൽ സംഭവങ്ങളൊക്കെ ഒരു ഈസി എക്സാം ആണെങ്കിൽ എന്റെ ടൈം മാനേജ്മെന്റ് ഒക്കെ റെഡി ആയിരിക്കും. പക്ഷെ ഒരു 1-2 ടഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്റ്റക്ക് ആവും. ആ സ്റ്റക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം എനിക്ക് ഇടയ്ക്ക് തോന്നൂല. ചിലപ്പം സ്കിപ്പ് ചെയ്ത് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകും. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഒരു 30 സെക്കൻഡ് കൊണ്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കും. പക്ഷെ ചിലപ്പം കിട്ടൂല. അപ്പൊ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ, പക്ഷെ ആ മെയിൻസിന് എനിക്ക് ടൈമിന്റെ പ്രശ്നമല്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നിട്ടും വേണ്ടതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോ ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് അത്ര ഡീപ്പായിട്ട് അങ്ങ് പഠിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ശരിക്കും പറഞ്ഞാല് ഞാൻ ഇതിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് കിട്ടണം എന്നുള്ള രീതിയിലുള്ള പഠനമാണ് ശരിക്കും പഠിച്ചത്. അതായത് ഓൾ ഇന്ത്യ റാങ്ക് ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് എത്താനുള്ള ഒരു പഠനം, ഒരു സ്ട്രാറ്റജിക്കലി സംഭവത്തിലേക്കൊന്നും പോയിട്ടില്ല. ശരിക്കും
അതായത് കയ്യിലുള്ള ടൈം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കൂടുതൽ മോക്ക് ചെയ്യുക. ഓൾറെഡി PSC പ്രിപ്പയർ ചെയ്തതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ? GK ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കുറച്ചൊരു എഡ്ജ് ഉണ്ടാവും. അത് എന്തായാലും ഉണ്ട് സാർ. അതായത് നമ്മൾ PSCക്കും അങ്ങനെ തന്നെ ഞാൻ ഒരുമിച്ച് നമ്മൾ ഒറ്റയ്ക്കല്ല അധികം അവിടെ നിന്നൊക്കെ ചെയ്തു. PSC പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യുക GK കാര്യങ്ങളൊക്കെ. അപ്പോൾ GK ഒക്കെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴായാലും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും എനിക്കൊക്കെ കൂടുതലും സ്ട്രൈക്ക് ചെയ്യുക. വായിക്കുന്നതിനെക്കാട്ടും എനിക്ക് കൂടുതൽ അങ്ങനെ തന്നെയാണ് സ്ട്രൈക്ക് ചെയ്യാറ്. അപ്പോൾ GK ഒരു എഡ്ജ് എനിക്ക് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ. പക്ഷെ ഞാൻ ശരിക്കും വിചാരിച്ചത് ഇവിടെ വരുന്നേരം SSCയിലേക്കൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് അവിടുത്തെ ഫ്രണ്ട്സ് തന്നെയാണ്. അവിടുത്തെ ഫ്രണ്ട്സ് PSCയിലും മാത്സ് ഉണ്ട്, പക്ഷെ മാത്സിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. കുറച്ച് മാത്സ് ഞാൻ വരുന്ന വരെ ഒരു 20 മാർക്കിന് മാത്സ് ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും റീസണിങ്ങും മാത്സും കൂടെ കൂട്ടിയിട്ടില്ല, റീസണിങ്ങും മാത്സും കൂടി കൂട്ടിയിട്ട് 20 മാർക്കിനുണ്ടായിരുന്നു. 100 മാർക്കിന്റെ എക്സാമിലാണ്. പിന്നെ ഞാൻ വന്ന് പിന്നത്തുള്ള എക്സാം മുതൽ 10 മാർക്കിനേ ഉള്ളൂ മാത്സും റീസണിങ്ങും. ഭയങ്കര ഇമ്പോർട്ടൻസ് വളരെ കുറഞ്ഞു. പക്ഷെ എനിക്ക് എങ്ങനെയായാലും ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു വിഷയമില്ലായിരുന്നു, എങ്ങനെയായാലും കിട്ടും. അപ്പോൾ മാത്സ് എനിക്ക് അവിടുന്ന് തന്നെ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ അത്യാവശ്യം നല്ലോണം ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞു അവിടെ SSC ഡ്രോപ്പ് ചെയ്ത് വന്ന ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് SSCക്ക് പോയി ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് PSCയിലേക്ക് തിരിച്ചു വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പറഞ്ഞു നിനക്ക് SSC നോക്കാവുന്നതാണ്, മാത്സിൻ്റെ ഒരു ബേസിക് ഉണ്ട്, മാത്സിൻ്റെ സംഭവങ്ങളൊക്കെ സ്പീഡായവരാണ്, SSC കുറച്ചുകൂടി എഡ്ജ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ അപ്ലൈ ചെയ്യുന്നതിനിടയ്ക്ക് ഞാനും ചുമ്മാ അപ്ലൈ ചെയ്തിരുന്നായിരുന്നു SSC എക്സാമിനൊക്കെ. പക്ഷെ പ്രിപ്പറേഷൻ ഒന്നുമില്ല. PSC ഞാൻ ശരിക്കും ഞാൻ സാറ് ചോദിച്ചപ്പോൾ എന്താണ് സ്ട്രോങ് ഏരിയ എന്ന് സാർ ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ അഡ്മിഷന്റെ സമയത്ത് ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞത് മാത്സ് ആണെന്ന് പറഞ്ഞു. മാത്സ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ക്ലാസ് തുടങ്ങിയപ്പോൾ എൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ഏരിയ മാത്സ് ആണ്. ശരിക്കും അങ്ങനെയാണ് തോന്നിയത്. കാരണം SSCന്റെ ഒരു ലെവലിലേക്ക് ശരിക്കും ആ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ, അതായത് ഒരു മണിക്കൂർ കൊണ്ട് ആ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ശരിക്കും ക്വസ്റ്റ്യൻസ് എനിക്ക് എന്താ പറയാ വെച്ചാൽ ആ ഗിവൺ ടൈമിനുള്ളിൽ എനിക്ക് ഒരിക്കലും മാത്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അഥവാ മാത്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇംഗ്ലീഷും GK എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു. എങ്ങനെയാണ് മാത്സ് ഇമ്പ്രൂവ് ആയത്? എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ? അത് നമ്മളെ ഗ്രൂപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ടയർ 1ന്റെ ഒരു മാസം മുന്നേ നമ്മുടെ റഷീദ് സാറ് വന്നപ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് ഒരു ഗൈഡൻസ് ചോദിച്ചപ്പോൾ ഞാനും പിന്നെ ഒരു വൈഷ്ണവ് ഉണ്ട് നമ്മളെ ഗ്രൂപ്പിലുള്ള. അപ്പോൾ വൈഷ്ണവ് ഞങ്ങൾ ഒരുമിച്ച്, അവനും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ടൈമിങ്ങിൻ്റെ. അപ്പോൾ സാറിനോട് ചോദിച്ചു, സാർ ഈ ടൈമിംഗ് എങ്ങനെയാണ് ശരിയാക്കുന്നത്? ഞാനൊക്കെ കുറേ സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിൽ കുറേ ടൈം ചിലവാക്കുന്നുണ്ട്. അപ്പോൾ സാർ നീ ചെയ്തൊരു മോക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ വാങ്ങിയിട്ട് സാർ തന്നെ ഓരോ 1 by 1 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ നിൻ്റെ ഒരു മോക്ക് ചെയ്യുമ്പോൾ നീ എന്താണ് നോക്കുന്നത്? അതായത് ശരിയായ ക്വസ്റ്റ്യന് തെറ്റായ ക്വസ്റ്റ്യൻ മാത്രം അനലൈസ് ചെയ്ത് പോവല്ല, ശരിയായ ക്വസ്റ്റ്യന് നീ എടുത്ത സമയം, അത് ഇമ്പോർട്ടൻ്റ്. കൂടുതലെടുത്ത സമയം അത് എല്ലാവരും പറയുന്നതാണ്. പക്ഷെ സാറൊന്ന് ഇരുത്തി പറഞ്ഞു തന്നു എനിക്ക്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു 30 സെക്കൻഡ് പ്ലസ് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് കറക്റ്റ് നോട്ട് ചെയ്തിട്ട് അതിന് ഷോർട്ടസ്റ്റ് മെത്തേഡ് നോക്കാം, അങ്ങനത്തെ രീതിയിൽ. അത് എനിക്കൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തെറ്റിയ ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവരും അനലൈസ് ചെയ്യും, അത് അതിന്റെ ആൻസർ കണ്ടുപിടിക്കും. പക്ഷെ ശരിയാക്കിയ ക്വസ്റ്റ്യനും നമ്മൾ അത് കറക്റ്റ് സമയത്താണോ അല്ലെങ്കിൽ കറക്റ്റ് വേ ഓഫ് മെത്തേഡിലാണോ നമ്മൾ ചെയ്തത്, അല്ലെങ്കിൽ കൃത്യം എന്താ പറയുക 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ എടുത്തിട്ടാണോ ചെയ്തത്, കൃത്യമായിട്ട് അനലൈസ് ചെയ്യാതെ അങ്ങനെ ചില ആളുകൾ ചെയ്യില്ല. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം എന്നാണ് സാർ പറഞ്ഞത് അല്ലേ? ശരിക്കും സാർ. പിന്നെ ശരിക്കും അതിന് ഞാൻ ഒരു ചെറിയൊരു റെക്കോർഡ് കീപ്പ് ചെയ്യായിരുന്നു. അതായത് എൻ്റെ വീക്ക് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു 30 സെക്കൻഡ് പ്ലസ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അതാണ് ടൈം മാനേജ്മെന്റ്. നമ്മുടെ 10 സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുക, 30 സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുക, 1 മിനിറ്റ് പ്ലസ് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് ശരിക്കും സമയം കുറച്ച് അതാണ് സംഭവം. അതിന്റെ ഷോർട്ടസ്റ്റ് മെത്തേഡ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് നോക്കുക, ഈ SSC മലയാളിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിലോ എവിടെയാണെങ്കിലും. പിന്നെ സാറിൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴും സാറ് പറയുന്നതാണ് എനിക്ക് ഏറ്റവും, സാറിൻ്റെ അടുത്ത് നേരിട്ട് വരുമ്പോഴുള്ള മെത്തേഡുകളാണ് എനിക്ക് ഷോർട്ടസ്റ്റ് തോന്നുന്നത്. കാരണം സാറത് ഇക്വേഷൻ വഴിയോ അങ്ങനെയൊന്നല്ല പറയാറ്, സാറ് ലോജിക്ക് കണക്ട് ചെയ്തിട്ടാണ് പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എനിക്കത് കുറച്ചുകൂടി കണക്ട് ആവുന്ന പോലെ തോന്നി. കാരണം ഞാനത് ഇക്വേഷൻ പഠിച്ചിട്ടല്ല ഞാൻ അധികവും എക്സാമിന് സമീപിക്കാറ്. അതായത് ഇപ്പോൾ ആൾജിബ്രയ്ക്ക് ശരിക്കും ഇക്വേഷൻ ആണ് ഫുള്ള് എന്ന് പറയാം, പക്ഷെ ഞാൻ കുറച്ച് ബേസിക് ഇക്വേഷൻസ് മാത്രമേ എനിക്കറിയൂ. ഞാൻ അധികം വാല്യൂ പുട്ടിങ് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻ എലിമിനേഷൻ ഒക്കെ അതൊക്കെയാണ് അധികം ചെയ്യാറ്. കാരണം എനിക്ക് ഇക്വേഷൻ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് മാറിപ്പോയോ എനിക്കൊരു ഡൗട്ട് വരും, പ്ലസോ മൈനസോ അങ്ങനെ എന്തെങ്കിലും മാറിപ്പോയോ എന്നൊരു ഡൗട്ട് എനിക്ക് വരും. അപ്പം പൊതുവെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ട്രിഗണോമെട്രി ആയാലും അങ്ങനെ തന്നെ, ബേസിക് വാല്യൂസ് മാത്രമേ എനിക്കറിയൂ. ഇക്വേഷൻസ് ഒന്നും സൈൻ 2 തീറ്റ കോസ് 2 തീറ്റൊക്കെ എല്ലാ ഇക്വേഷൻസ് ഒന്നും അറിയില്ല, കുറച്ച് സംഭവങ്ങളൊക്കെ അറിയാം. ബാക്കിയൊക്കെ വാല്യൂ പുട്ടിങ് അങ്ങനെ തന്നെയാണ്. ശരിക്കും സ്ട്രാറ്റജിക്കലി ഒരു എക്സാം ക്രാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണോ, ഒരു കൺവെൻഷണൽ മെത്തേഡാണോ, അതൊന്നും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് പോലെ എന്തെങ്കിലും ഒരു പോസ്റ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ, അത് കിട്ടിയാൽ മതിയാവും എന്നുള്ളൊരു രീതിയിൽ എങ്ങനെ നോക്കണം നോക്കി. അപ്പോൾ കൂടുതൽ മോക്ക് ചെയ്യാണ് ഏറ്റവും നല്ലത്, നമ്മുടെ ടൈമിങ് ശരിയാക്കുകയാണ്. പിന്നെ ഓൾറെഡി എനിക്കത് ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു
ഞാൻ അധികം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇംഗ്ലീഷിൽ എങ്ങനെ എഡ്ജ് വന്നതെന്ന് എനിക്കും തോന്നുന്നില്ല. ചിലപ്പോൾ എൻ്റെ റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്ന ശീലമുണ്ടോ? പുസ്തകം ഇംഗ്ലീഷ് ബുക്ക് വോറേഷ്യസ് റീഡർ ഒന്നും അല്ല, പക്ഷെ എന്നാലും ഒരു ഒക്കേഷണലി വായിക്കാം. നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലേ? എനിക്ക് തോന്നുന്നു അതാണെന്ന്. എനിക്ക് എങ്ങനെ എന്താണെന്ന് സ്പെസിഫൈ ചെയ്തെടുത്ത് പറയാൻ പറ്റില്ല. കൂടുതലും ഞാൻ ഇംഗ്ലീഷ് മൂവീസും സീരീസും ഒക്കെയാണ് മലയാളത്തിനെക്കാട്ടും കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അത് കോവിഡ് സമയത്തായാലും അതിന് തൊട്ട് മുമ്പേ തുടങ്ങിയതായാലും കൂടുതലും പ്രിഫർ ചെയ്യുന്ന അതൊക്കെ തന്നെയാണ്. അല്ല, അത് തന്നെയാണ് നമ്മൾ എനിക്ക് ഇംഗ്ലീഷ് മെയിൻ ആയിട്ട് അതൊരു അഡ്വാൻറ്റേജ് കാര്യമാണ്. കാരണം നമുക്ക് പലപ്പോഴും ഒരു സെന്റൻസ് ഒക്കെ വായിക്കുമ്പോൾ അതിൽ എറർ സ്പോട്ട് ചെയ്യാനാണെങ്കിൽ എന്താണ് എറർ എന്ന് മനസ്സിലായില്ലെങ്കിലും ഒരു പോർഷൻ കാണുമ്പോഴേക്കും ഇത് ഇവിടെ എന്തോ ഒരു എറർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് അതുണ്ടാകാറുണ്ട്. അത് ഗ്രാമർ പഠിച്ചുകൊണ്ടല്ല എനിക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷെ ചില സംഭവങ്ങളൊക്കെ ഗ്രാമർ നമ്മുടെ മിസ്സൊക്കെ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ചിലത് എന്തായാലും എഫക്ട് ആയിട്ടുണ്ട്. പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു ഓരോരുത്തർ പറയുന്ന സീരീസിലൊക്കെ പറയുന്ന ഡയലോഗ് അതിങ്ങനെ എല്ലാവരും പറയുന്നത് ഒരു ഇൻഡ്യൂഷൻ നമുക്ക് വരും. അപ്പൊ ഇതിങ്ങനെയാണല്ലോ ഉപയോഗിക്കേണ്ടത്, ഇത് വന്നാൽ ഇതാണല്ലോ, ഫ്യൂച്ചറിൽ ഇങ്ങനെയാണല്ലോ പറയാന്നൊക്കെ രീതിയിൽ അത് കുറെ ഹെൽപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷിലായിരിക്കും ഞാൻ കുറച്ച് ലീസ്റ്റ് എഫേർട്ട് ഇട്ടത്. ഇംഗ്ലീഷിന് ബുക്കും അങ്ങനെ എന്തെങ്കിലും ഫോളോ ചെയ്തായിരുന്നു? ഇംഗ്ലീഷിന് അങ്ങനെ ഒരു ബുക്കും ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഈ ഏതെങ്കിലും നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ അല്ലേ, PDF ഗ്രാമറിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ മിസ് എടുത്തപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോയി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു PDF ആയിട്ട് അല്ലെങ്കിൽ വൊക്കാബ് ബ്ലാക്ക് ബുക്ക് തന്നെയാണ്. അതിൽ സംശയം. അതാണ് സംഭവം. നമ്മുടെ സാർ ആ ഗ്രൂപ്പ് പ്ലാൻ ചെയ്തു ടയർ 1 മുന്നേ തന്നെ. നമ്മളെ ക്രാഷ് ഒക്കെ എടുത്തപ്പോൾ അതിൽ ഡെയിലി ക്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാലും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ അത്ര ഇംഗ്ലീഷിന്റെ ക്യൂസ് അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ലായിരുന്നു. കാരണം എനിക്ക് വേർഡ്സ് ഒന്നും എനിക്ക് എത്ര പെട്ടെന്ന് പ്രത്യേകിച്ച് അങ്ങനെ വരുമ്പം കിട്ടൂല. ജസ്റ്റ് വേർഡ് മാത്രം ചോദിച്ചിട്ട് അതിന്റെ മീനിങ് ചോദിച്ചാൽ കിട്ടൂല. പക്ഷെ ഒരു ഇൻസ്റ്റൻസ് തന്ന് ഒരു ഫുൾ സെന്റൻസ് തന്ന് ആ വേർഡിനെ ചോദിച്ചിട്ട് അതിന്റെ മീനിങ് ചോദിച്ചാൽ ചിലപ്പോൾ അതിലാണ് എനിക്ക് കൂടുതൽ ചാൻസ്. സ്ട്രേഞ്ചർ വേർഡ് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ബ്ലാക്ക് ബുക്കൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിലാണ് ഞാൻ ഒറ്റയ്ക്കൊന്നും പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഗ്രൂപ്പിൽ തന്നെയാണ് പഠിച്ചത്. അതിപ്പോൾ ഇവിടെ നിന്നായാലും ഹോസ്റ്റലിൽ പോയിട്ട് നമ്മുടെ ഹോസ്റ്റൽ മേറ്റ്സ് ഉണ്ടായിരുന്നു, പ്രവീണും അജിനും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെങ്കിലും ഹോസ്റ്റലിൽ പോയിട്ട് കിടക്കാൻ പോകുമ്പോൾ അവർ ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങും, അല്ലെങ്കിൽ കിടക്കുന്നിടത്തുനിന്ന് ഒരു മോക്കുണ്ട് ഞങ്ങൾക്ക്. കിടന്ന് കഴിഞ്ഞിട്ട് റീസണിങ്ങിൻ്റെ മോക്ക് ചെയ്യും ആദ്യം തന്നെ. റീസണിങ് മോക്ക് ഇപ്പോൾ ഒരു 15 മിനിറ്റാണ് അതിലുള്ള ടൈമെങ്കിൽ ഞങ്ങൾ പറയും ഒരു 4 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് മുന്നേ സബ്മിറ്റ് ചെയ്യണം. അത് 12 മിനിറ്റ്സ് അല്ലെങ്കിൽ 11 മിനിറ്റ്സ് അതേ നമുക്ക് ഓൾറെഡി അതിൽ കുറഞ്ഞൊരു ടൈം വെക്കും. അതിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. എത്ര മാർക്കാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. പക്ഷെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്ക് നടക്കും തോന്നില്ല. ഞാൻ എങ്ങനെയാലും 15 മിനിറ്റ് മുകളിൽ പോകും. ഫസ്റ്റ് ഡേ അങ്ങനെയാണ് പറഞ്ഞത്, എങ്ങനെയും 15 മിനിറ്റ് മുകളിൽ പോകും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡേ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ഫുൾ ക്വസ്റ്റ്യൻ ഒന്നും കാണാൻ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്നേരം ഡിസ്കസ് ചെയ്യുന്നേരം അവർക്കൊക്കെ പറ്റുന്നുണ്ട്. 15-12 മിനിറ്റിലൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് റീസണിങ് ഒക്കെ. അപ്പോൾ അവർ രണ്ടാളും ഫിനിഷ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തോ ഒരു സാധനം മിസ്റ്റേക്ക് റോങ് ആയി ചെയ്യുന്നുണ്ട് ഇതിൽ ഉള്ള സംഭവം നോക്കിയപ്പോൾ പിന്നെ ഞാൻ ഒന്ന് എൻ്റെ സംഭവങ്ങൾ തന്നെ നോക്കി എങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നതെന്നൊക്കെ സാറ് പറഞ്ഞ പോലെ ഓരോന്നിൻ്റെ ടൈമൊന്ന് നോക്കി ഏത് ക്വസ്റ്റ്യൻസിലാണ് ഞാൻ കൂടുതൽ സമയം നോക്കുന്നത് എന്നുള്ള രീതിയിൽ ചെയ്തപ്പോൾ തോന്നി ഇതൊക്കെ സ്കിപ്പ് ചെയ്യാവുന്ന, ഫസ്റ്റ് ടൈം സ്കിപ്പ് ചെയ്യാവുന്ന സാധനങ്ങളാണ്. പിന്നെ ഞങ്ങളൊരു 2-3 ദിവസം ഫോളോ ചെയ്തപ്പോൾ തന്നെ പിന്നെ എനിക്ക് എല്ലാ ക്വസ്റ്റ്യനും കാണാൻ തുടങ്ങി. ഒരു 45+ സ്കോർ ചെയ്യാൻ തന്നെ പറ്റി തുടങ്ങി. ഒരു 12 മിനിറ്റ് അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് കിട്ടി. അങ്ങനെ ഓരോ സെക്ഷൻ വൈസ് പിന്നെ ഇമ്പ്രൂവ് ആയി തുടങ്ങി. അപ്പൊ അതന്നെ എനിക്ക് എപ്പോഴും തോന്നിയില്ല വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ഒരാളോട് നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ആയി ചെയ്യണം എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ സ്വയം അനലൈസ് ചെയ്താൽ മതി. എവിടെയാണ് നമ്മുടെ വീക്ക് ഏരിയ, സ്ട്രോങ് ഏരിയ എന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് നമ്മളോട് തന്നെ ചോദിച്ചിട്ടൊന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് വിലയിരുത്തിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലേ? സാർ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് പലരെയും പ്രശ്നം. ആസ്പിരൻസിന്റെ ഒക്കെ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നം എല്ലാവരും പറയുന്നുണ്ട്. അതായത് നമ്മുടെ കൂടെയുള്ള പിയറിലെ ആൾക്കാരുടെ ഒരുമിച്ചൊരു മോക്ക് ചെയ്യുമ്പോൾ പിയറിലെ ആൾക്കാരുടെ ഒരു 10-20 മാർക്ക് അവർക്ക് കൂടുതലാണെന്നുള്ളത് കൊണ്ട് ഒരു ടെൻഷനായിട്ട് ജസ്റ്റ് എനിക്ക് നടക്കുമെന്നുള്ളൊരു വലിയൊരു ഇൻഫീരിയർ സംഭവം വരുന്ന പലരും ഉണ്ട്. അതായത് എനിക്കിത് പറ്റുന്ന പണിയല്ല എന്നുള്ള രീതിയിൽ വരുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ബോധോടാവണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ ശരിക്കും മോക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു ആവറേജ് പെർഫോമൻസ് അതിൻ്റെ അടുത്ത് വരാറുള്ളൂ സാധാരണ അധികവും. പിന്നെ ചിലപ്പോൾ ഒന്ന് കത്തിയാലായി അങ്ങനെയുള്ളൊരു ഇടയ്ക്കൊന്ന് മോക്കിലൊക്കെ. അധികവും ഞങ്ങൾ ഒരുമിച്ചൊക്കെ മോക്ക് ചെയ്യുമ്പോൾ ഞാനൊരു ആവറേജ് പെർഫോമൻസിൽ എത്താറുള്ളൂ, ജസ്റ്റ് ഒരു എബവ് ആവറേജ് അങ്ങനെ വരാറുള്ളൂ. പക്ഷേ ശരിക്കും എക്സാമിന് വന്നപ്പോൾ എനിക്കത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റി. അത് തൊട്ട് മുമ്പുള്ള ദിവസത്തിന്റെ ഒരു ചെറിയൊരു ലക്ക് ഫാക്ടർ എന്തായാലും ഉണ്ട്. കാരണം ഒന്ന് ടഫായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ടയർ 1 ഞാൻ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. ടയർ 2 ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് ഇതായി വന്നിട്ടുണ്ട്, ടൈമിംഗ് ഒക്കെ റെഡി ആവുന്നുണ്ട്. ടയർ 1 ഒരു ഈസി ഷിഫ്റ്റ് ആയിരുന്നു അത്യാവശ്യം.
മാത്സ് ഒക്കെ വളരെ ഈസി ആയിരുന്നു. മാത്സ് ഒന്നും ഞാൻ അത്ര എഫേർട്ട് അതിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മാത്സ് ഒക്കെ കുറച്ചൊന്ന് ഒരു 2-3 ട്രിക്കി ക്വസ്റ്റ്യൻ വന്നിട്ട് ഞാൻ ചിലപ്പോൾ ഇരുന്ന് പോകും, ഞാൻ സ്കിപ്പ് അടിക്കാൻ വന്നിട്ട്. പക്ഷെ അതിൽ അങ്ങനത്തെ ഒരു വിഷയമല്ലേ, അങ്ങനെ അങ്ങ് കയറി. ജി കെ ഒക്കെ എങ്ങനെയായിരുന്നു സ്ട്രാറ്റജി കാര്യങ്ങൾ? ജി കെ എനിക്ക് തോന്നുന്നു PSC ഓൾറെഡി പഠിച്ച് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ജി കെ എന്തായാലും ബാക്കിയുള്ളതിനേക്കാൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. എങ്ങനെയായിരുന്നു ഒരു ജി കെ സ്ട്രാറ്റജി ഇങ്ങോട്ട് വന്നപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടോ PSC പഠിച്ചതൊക്കെ ഇവിടെ? ജി കെയും ഇംഗ്ലീഷും ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ജി കെ കുറച്ചൊരു എഡ്ജ് ഉണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ ഞങ്ങൾ കുറച്ചുകൂടി കേരള ഫാക്ട്സ് കുറച്ചുകൂടി പഠിച്ചിട്ടുണ്ട് PSC. അപ്പോൾ SSCയിലേക്ക് വരുമ്പോൾ അതിന് തീരെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പോലെ ഉണ്ട്. കൂടുതലായിട്ടും SSCന്റെ അതായത് ഇന്ത്യ ബേസ്ഡ് ഫാക്ട്സ് കൂടുതലായിട്ടും. അപ്പോൾ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ ആദ്യ കാലങ്ങളിലൊന്നും ജി കെ ഒന്നും തീരെ ഫോക്കസ് ചെയ്തിട്ടില്ല. ഞങ്ങളെ പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെയാണ് ജി കെ ഒക്കെ ഫോക്കസ് ചെയ്തത്. അതേപോലെ സാർ ആ നമ്മളെ ഗ്രൂപ്പിൽ ക്വിസ് ഓരോ ഡെയിലി ഉള്ള സംഭവങ്ങൾ ഞങ്ങൾ ഡെയിലി അന്ന് തന്നെയാണ് കവർ ചെയ്തത്. അതായത് മുന്നേ നമ്മൾ കവർ ചെയ്ത ഒരു സംഭവമില്ല. പരീക്ഷകൾ ശരിക്കും പറഞ്ഞാൽ ജി കെക്ക് എന്താണ് SSCന്റെ സിലബസ് എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല എന്താണ് സിലബസിൽ എന്തൊക്കെയാണുള്ളത്. പക്ഷെ സാർ അത് ക്വിസിന്റെ ടൈമിൽ ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് സാർ ഡെയിലി അതിന്റെ ഇന്നത്തെ ക്വിസിൽ ഇതാണ് ചോദിക്കാന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ഏത് ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്കൊരു ആൻസർ ഉണ്ടാവും. പക്ഷേ സിലബസ് 1 by 1 ആയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ജി കെ പ്രിപ്പറേഷൻ കൂടുതലായിട്ട് ജി കെ ആൻഡ് ഇംഗ്ലീഷ് നമ്മൾ ഗ്രൂപ്പ് തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. പിന്നെ ആ ക്വിസ് ഡെയിലി അറ്റൻഡ് ചെയ്യായിരുന്നു. അതൊക്കെ തന്നെയാണ് ജി കെ. റീസണിങ് പൊതുവെ ഞാൻ എപ്പോഴും പറയാനുള്ളത് നമ്മൾ വലിയ സമയം എടുക്കേണ്ടാത്ത ഒരു ടോപ്പിക്കാണ്. എന്നാലും എങ്ങനെയായിരുന്നു റീസണിംഗ് പ്രിപ്പറേഷൻ? വെറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്തു. റീസണിങ് ഞാനും ആദ്യം വിചാരിച്ചത് എന്തായാലും റീസണിങ്ങിന് ഞാൻ അധികം സമയം ചിലവാക്കേണ്ടി വരില്ല, എന്തായാലും റീസണിങ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു പോയത്. പിന്നെ നമ്മൾ ഓരോ ടൈം ഞാൻ പറഞ്ഞല്ലോ അന്ന് തന്നെ മോക്ക് ചെയ്തപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് റീസണിങ്. അപ്പോൾ റീസണിങ്ങിന് ഞാൻ ചെയ്യുന്നതിൽ എന്തോണോ റോങ് ആണ്. കാരണം അത്ര സമയം എടുക്കാൻ പാടില്ല. അണ്ടർ 10 minutes ആണ് ശരിക്കും റീസണിങ്ങിന് ഒരു എന്തായാലും എടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോൾ ഞാൻ പിന്നെ നമ്മളെ റീസണിങ് ഫാക്കൽറ്റി ആയാലും അക്ഷയ് സാർ ആയാലും എല്ലാവരും ഞാൻ ചോദിച്ചു ഓരോന്നിനും എങ്ങനെയാണ് നമ്മൾ സ്പീഡായിട്ട് ചെയ്യേണ്ടതെന്നുള്ള സംഭവം. അപ്പോൾ സാറായാലും ആരായാലും ചോദിച്ച എല്ലാവരും എനിക്ക് കറക്റ്റ് സംഭവം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ റീസണിങ്ങിൽ പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും റീസണിങ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ സമയം കൊടുക്കണ്ടെന്ന് വിചാരിക്കും. പക്ഷേ പരീക്ഷയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കളയുന്ന ഒരു ഏരിയയും റീസണിങ് ആയിരിക്കും. നമ്മൾ സീരിയസ് ആയിട്ട് നോക്കിയിട്ടില്ല അല്ലേ, കൃത്യമായി പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അത് അധികവും ആൾക്കാരും എന്താണ് റീസണിങ് സ്റ്റാർട്ട് ചെയ്യണം. ഈ 4 സെക്ഷനിൽ റീസണിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ റീസണിങ് ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ളത് ഒന്ന് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാത്സ് ഒക്കെ ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും. നമുക്ക് ഒരു അവിടെ എത്തുമ്പോഴത്തേക്ക് റീസണിങ് നമ്മൾ വേണ്ടത് സ്കോർ ചെയ്തില്ല, അപ്പോൾ എന്തായാലും ഇത് കട്ട് ഓഫ് കയറില്ല എന്നുള്ളൊരു മൈൻഡ് വരും. അപ്പോൾ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഏതൊക്കെ സ്കിപ്പ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ, ഏതൊക്കെ അറിഞ്ഞത് ചെയ്യണമെന്നുള്ള അറിയാത്തത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം എന്ന് തോന്നുന്നു. എന്നാലാണ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഒരു നമുക്ക് ആ ഒരു സമയത്തിന്റെ ഒരു കൃത്യമായ സ്ട്രാറ്റജി ഗെയിം ഓഫ് സ്കിപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സംഭവത്തിൽ ഗെയിം ഓഫ് സ്കിപ്പിംഗ് അല്ലെങ്കിൽ ആർട്ട് ഓഫ് സ്കിപ്പിംഗ് ഒക്കെ പറയാം. അതാണ് സംഭവം സ്കിപ്പിംഗ് ഗെയിം. പിന്നെ ശ്രീഹരി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ ഒരു കമ്മിങ് ടു SSC മലയാളം, അതായത് നമ്മളിപ്പോൾ ഒരു വർഷമായിട്ടുള്ള നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് ഇതിനു മുമ്പ് നമ്മൾ പ്രീ ക്ലാസ്സും കാര്യങ്ങളായിട്ട് യൂട്യൂബിലുണ്ടായിരുന്നു. ഈ ഒരു SSC മലയാളിയിലേക്ക് വന്നത് എത്രത്തോളം ഈ ഒരു പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സെൽഫ് പ്രിപ്പറേഷൻ ആണ് ഇതിന്റെ അൾട്ടിമേറ്റ് 90%. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്തതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു 90%, 80% നമ്മുടെ പ്രിപ്പറേഷൻ തന്നെയാണ്. പക്ഷെ ആ ഒരു ബാക്കിയുള്ള ആ ഒരു 10-20% SSC മലയാളി എന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ്സുകൾ അതല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രൂപ്പ്, ഇവിടുത്തെ ഫാക്കൽറ്റീസ്, മെന്റേഴ്സ് ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നതിന് മുമ്പ് SSC ഈസ് എ സ്ട്രേഞ്ചർ ടു മീ, കംപ്ലീറ്റ് സ്ട്രേഞ്ചർ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നതിന് മുമ്പ് SSC മലയാളിയിൽ വരുന്നതിന് മുമ്പ് SSC മലയാളിയിൽ വന്നപ്പോഴാണ് ബാച്ചിലിരുന്നു, കുട്ടികളുടെ ഒപ്പം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒപ്പം പിയർ ഗ്രൂപ്പിൻ്റെ ഒപ്പം ഇരുന്നു. അപ്പോഴാണ് ഇതിൽ എന്തൊക്കെ പോസ്റ്റുകളാണെന്ന് എനിക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ള. ശരിക്കും ഞാൻ ഒരു CBI ഇൻകം ടാക്സ് ഒക്കെ കേട്ടിട്ടുള്ളൂ ഞാൻ. ശരിക്കും വേറെ എന്തൊക്കെ പോസ്റ്റുകളുണ്ട്, എന്തൊക്കെ ജോലി സാധ്യതകളുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലിരുന്ന് ഡിസ്കസ് ചെയ്തതിന് ശരിക്കും നമ്മുടെ ബാച്ച് പോയ രീതി തന്നെ എനിക്ക് വളരെ ഒരു എൻഗേജിങ് ആയ പോലെ തോന്നി. നമ്മുടെ പഠനത്തിലേക്കുള്ള സംഭവത്തിൽ ഇടയ്ക്ക് വരുന്ന ഇൻട്രാക്റ്റീവ് സെഷൻസും നമ്മുടെ ക്വിസൊക്കെ ശരിക്കും ഒരു പ്രഷർ, എക്സാം റൂം പ്രഷർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സംഭവമായിരുന്നു നമ്മുടെ ക്വിസ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഒക്കെ. സാറ് ശരിക്കും പറഞ്ഞാൽ അതൊരു കൂൾ മൈൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 10 സെക്കൻഡ് 20 സെക്കൻഡിൽ കിട്ടുന്ന സംഭവമേ പക്ഷെ ആ ക്വിസിന്റെ ഒരു ഇതിൽ സാറിന് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ സാറിന്റെ ഒരു കൗണ്ടിങ് ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ കിട്ടൂല. 10 സെക്കൻഡ് ചിലപ്പോൾ ഞാൻ മിഡിൽ ആൻസറിലായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് ആൻസർ കിട്ടും, പിന്നെ പ്രഷറായി പോകും, പിന്നെ ആൻസറായി കിട്ടില്ല. അപ്പോൾ അങ്ങനെ പോകും. പക്ഷെ ആ ഒരു പ്രഷറിൽ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ വളരെ ആ ഒരു സംഭവം ഇമ്പ്രൂവ് ആയി വന്നതിന് എനിക്ക്
തോന്നിയിട്ടുണ്ട്. മോക്കിലായാലും അങ്ങനെ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ ബാക്കിയുള്ള ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകളൊക്കെ ബാക്കിയുള്ള എല്ലാവരായാലും ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ആദ്യം വന്നൊരു മിസ് ഉണ്ടായിരുന്നു. മിസ് ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു നമ്മുടെ ക്ലാസ് എടുക്കാനുള്ള. പക്ഷെ ഇപ്പോൾ ഉള്ളത് എനിക്കറിയില്ല. എന്തായാലും കുട്ടികളെല്ലാം അങ്ങനത്തെ ഒന്നും പറയുന്നത് ഞാൻ കേട്ടില്ല. ഇംഗ്ലീഷൊക്കെ പിന്നെ അക്ഷയ് സാറ്, വാസും സാറ്, സാറ് റീസണിങ്ങിന് വേറെ ഒന്നും എനിക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെയാണ് പോയിട്ടുള്ളത്. എല്ലാം അവിടെ ഉണ്ട്. എല്ലാം അവിടെ ഉണ്ട്. പിന്നെ വേറെ പിന്നെ മാത്സ് ആണെങ്കിൽ പിന്നെ ഒന്നുമില്ല, സാർ തന്നെയാണ് അധികം ചെയ്യാറ്. പിന്നുള്ളത് സാറ് നിഷാദ് സാറ് എന്താ പറയുക വെച്ചാൽ, ഞാൻ ഇടയ്ക്കൊന്ന് ഡൗൺ ആകുമ്പോൾ സാറിൻ്റെ അടുത്തൊന്ന് ഇടയ്ക്ക് പോകും. സാർ ഇതിപ്പോൾ പണിയൊക്കെ രാജിവെച്ച് എന്താണ് ചെയ്യാന്നൊരു പിടുത്തമില്ല എന്നൊക്കെ പറയുമ്പോൾ സാറൊന്ന് മോട്ടിവേറ്റ് ആക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ഇടയ്ക്കൊന്ന് സാറിനെ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് റെഡി ആകുമ്പോൾ മെയിനായിട്ട് ഒരു ഗ്രൂപ്പാന്ന് തോന്നുന്നില്ല, നിങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ആളുകൾ ഇരുന്ന ഒരു പഠനം കാര്യങ്ങളൊക്കെ ഒരുപാട് എഫക്ട് ചെയ്യുന്നു. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് ഫോം ചെയ്യുന്ന ആദ്യം ഒരു 4 പേരേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയിൽ ആ സ്കാൻഡൽ വരുന്നോണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നമ്മളെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന സംഭവം. അപ്പോൾ ആ ടൈമാണ്. അപ്പോൾ ഞങ്ങൾ 4 പേര് ഇരുന്ന് ഞങ്ങൾ റൂമിലങ്ങ് ഇരിക്കും. എന്നിട്ട് GK ഡിസ്കസ് ചെയ്യും, ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്യും, ഒരുമിച്ച് മോക്ക് ചെയ്യും. അപ്പോൾ ഞാൻ, മച്ചു, അതായത് അനേക്, പിന്നെ ശ്രീനന്ദ്, വൈഷ്ണവ്, ഞങ്ങൾ 4 പേരാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു ഒരേ മോക്ക് ചെയ്യും, ഡിസ്കസ് ചെയ്യും. പിന്നെ GK അതേപോലെ ഇംഗ്ലീഷ് എല്ലാം അതേപോലെ തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ടയർ 1 ഒക്കെ കഴിയുമ്പോഴാണ് ഈ അൾട്ര, വൈഷ്ണവ്, അജൽ, അതേപോലെ തന്നെ ആദർശ് ഇവരൊക്കെ വരുന്നത്. പിന്നെ കുറച്ച് ചില ഗ്രൂപ്പ് കുറച്ച് വലുതായി. പിന്നെ കുറച്ച് വലുതായി. പിന്നെ സംഭവം ആ വലുതായ സമയത്ത് ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. പ്ലാനിങ് ഒക്കെ അപാരാണ്, ഒരു സംശയമില്ല. രാവിലെ 9 to 9 ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 9 to 9 12 hours സ്റ്റഡി അതൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ സംഭവം അങ്ങനെ നടന്നിട്ടില്ല. ശരിക്കും ഒരു 45 hours ഞങ്ങൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട്. അധികവും ഡിസ്കഷനൊക്കെ എന്തായാലും പ്രൊഡക്റ്റീവായിട്ടാണ് യൂസ് ചെയ്തു ടൈമൊക്കെ. എന്നാലും ആ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയാണ് ശരിക്കും. ഓരോരുത്തരുടെ അടുത്തും ഓരോ സംഭവങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊടുക്കും, മിക്കവാറും എനിക്കത് വായിച്ചിട്ട് എടുക്കുന്നതിനെക്കാട്ടും ഒരാൾ പറഞ്ഞെടുക്കുമ്പോൾ അയാളുടെ രീതിയിൽ അയാൾ പറയുമല്ലോ. ഇപ്പോൾ വൈഷ്ണവ് പറയുകയാണെങ്കിലും മച്ചു പറയുകയാണെങ്കിലും മച്ചുവിൻ്റെ രീതിയിലാണ് മച്ചു അത് പ്രസൻറ്റ് ചെയ്യുന്നത്. വായിച്ച് അതേപോലെ പറയില്ല. അത് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇങ്ങനെ നോളജ് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ പഠിക്കുന്നത് മാത്രമല്ല, പക്ഷെ ആ ഒരു പല സ്ഥലങ്ങളിലല്ലേ അത് ശരിക്കും ആ അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ടാണ് ശരിക്കും നമ്മൾ, അതായത് എപ്പം നോക്കിയാലും നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഒരു കാര്യങ്ങളാണ് തോന്നുള്ളൂ. അല്ല, എനിക്കത് സത്യം പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. കാരണം ഞാനും പ്രിപ്പയർ ചെയ്യാൻ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു കഥയില്ല. നമ്മളൊരു 6 പേര് ഒരുമിച്ചിരുന്നിട്ടാണ് ഈ ഒരു പഠനം കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 6 പേരും നല്ല റാങ്കോട് കൂടി SSC ക്ലിയർ ചെയ്ത് പല ആളുകളും ജോലി വർക്ക് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നമുക്ക് ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ പല ആളുകളും അത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന കാണാറുണ്ട്. ഞാൻ ഒരിക്കലും എല്ലാ സമയവും നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയാറില്ല. പക്ഷേ ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഡെയിലി 1 മണിക്കൂറോ അല്ലെങ്കിൽ വീക്ക്ലി വൺസെങ്കിലും നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇരുന്നിട്ട് പല ടോപ്പിക്കുകളും കൃത്യമായ ഷെഡ്യൂൾ കൊടുത്ത് ഡിസ്കസ് ചെയ്യുന്ന അത്രയും അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ്. അത് പല ആൾക്കാരും ചെയ്യാതെ പോകുന്നൊരു കാര്യമാണ്. എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചാൽ മതി, ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റും, പക്ഷേ ഒരു ലിമിറ്റ്. നമ്മളെപ്പോഴും ഒരു ചിലപ്പോൾ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് നിൽക്കുന്ന കുറേ സമയമുണ്ടോ, ഒരു 140-150 റേഞ്ചിൽ. അതിൻ്റെ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ഗ്രൂപ്പ് സ്റ്റഡി വേണം. അത് സാർ പറഞ്ഞത് ശരിയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ചില ആൾക്കാർ എന്തായാലും എക്സെപ്ഷണൽ ആയിരിക്കും. ഐ ആം ബെറ്റർ അലോൺ എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് കൂടുതൽ സമയം പ്രൊഡക്റ്റീവ്, അതായത് ഗ്രൂപ്പിലൊക്കെ ആകുമ്പോൾ എങ്ങനെയായാലും ഫുൾ ടൈം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അതേ സാധനം തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു തോട്ട് പുറത്തുനിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ഡൈവേർട്ട് ചെയ്തു. ഞങ്ങളൊക്കെ കുറേ സിനിമേൻ്റെ കഥയൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സിനിമേൻ്റെ എന്തെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഡയലോഗ് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞോളൂ. പക്ഷേ അതൊന്നൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. എങ്ങനെയാലും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തന്നെ രീതിയിൽ പോയിട്ടുണ്ട്. അതായത് എന്ത് പ്രിപ്പറേഷൻ ആണെങ്കിലും ഇപ്പോൾ ഓരോരുത്തർ എന്തെങ്കിലും ഒരു പുതിയൊരു ഐഡിയ ആയിട്ടായിരിക്കും പിറ്റേന്ന് വരുന്നത്. നമ്മൾ ഇതും കൂടി നോക്കണം, ഇത് നമ്മൾ നോക്കിയിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് ആരെങ്കിലും ഒന്ന് കൊണ്ടുവരും. അപ്പം ചിലപ്പോൾ ഞാനായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മച്ചുമായിരിക്കും, ആരെങ്കിലും ഒന്ന് എന്തായാലും ഒന്ന് പറയും ഇതും കൂടി നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതും കൂടി ഒന്ന് സീരിയസ് ആയിട്ട് നോക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിലും നമ്മുടെ മാർക്ക് കുറയുമ്പോൾ ഒന്ന് പുഷ് ചെയ്യാൻ നമ്മളെ ഗ്രൂപ്പിൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെ ഉണ്ട്, ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. അപ്പോൾ മച്ചൊക്കെ ആണെങ്കിലും എന്നോട് ഡെയിലി പറയും, അതായത് മോക്ക് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. നിൻ്റെ പ്രശ്നം ടൈമാണ്. അപ്പോൾ ടൈം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് കിട്ടും. അതായത് മൊത്തം ക്വസ്റ്റ്യന് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒരു ശരിക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഞാൻ പറഞ്ഞുതരാൻ ഒരാൾ കൂടെ ഉണ്ട്, പറഞ്ഞുതരാൻ എപ്പോഴാണെങ്കിലും കൂടെയുണ്ട്. അതേപോലെ തന്നെ മച്ചാണെങ്കിലും സാറാണെങ്കിലും, ഞാൻ സാറിൻ്റെ അടുത്തും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ട് എല്ലാവരുടെ അടുത്തും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക. ശരിക്കും മറ്റൊരാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മളെങ്ങനെയാണ് അതിനെ കാണുന്നത്, ശരിക്കും നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓരോ മോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ, അതായത് അവന് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള വേറൊരാൾക്ക് ഒരു 20 മാർക്ക് കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കിട്ടി,
അതുകൊണ്ട് എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ പോകരുത്. അല്ല, അതും ശരിയാണ്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒറ്റയടിക്ക് പ്രതീക്ഷിക്കാതെ ഇന്നത്തേക്കാളും നാളെ കുറച്ചൊരു ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ് നമുക്കതൊരു ലോങ് ടൈമിൽ നോക്കുമ്പോൾ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് വരും. ശരിക്കും നമ്മൾ ഫീൽ ചെയ്യില്ല, കുറച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ഫീൽ ചെയ്യുക ഈ ഗ്രാജുവൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നത്. പെട്ടെന്നൊരു മോക്കിൽ ഒന്നും ശരിയാവില്ല. പക്ഷെ ഒരു മാസം നമ്മൾ ഫോളോ ചെയ്ത് മോക്കൊക്കെ ഡെയിലി ചെയ്ത് ഓരോ മോക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു അതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണെന്ന് പോലെ തോന്നിയിട്ടുണ്ട്. അതായത് ജസ്റ്റ് സിലബസ് ഒന്നും പഠിക്കാതെ തന്നെ, ഞാൻ ശരിക്കും സിലബസ് ഒന്നും പഠിച്ചില്ല. ആദ്യം ഞാൻ പ്രീവിയസ് ഇയറിലായിരുന്നു തുടങ്ങി. പ്രീവിയസ് ഇയർ മോക്സ് ജസ്റ്റ് ഒന്ന് ചെയ്യും, എന്നിട്ട് പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ചോദിച്ചെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം സിലബസ് ഒന്നും നോക്കാതെ തന്നെ പിന്നെ നമ്മൾ ക്വിസൊക്കെ ഇങ്ങനെ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ക്വിസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും സിലബസ് പഠിച്ച പോലെ തന്നെയാണ് പോകുന്നത്. കാരണം ക്വിസും ഇംഗ്ലീഷ് ക്വിസും GK ഒക്കെ ശരിക്കും സിലബസ് പോലെയാണ് സാർ ചാർട്ട് ചെയ്തിരിക്കുന്നത്, ഈ ഡേയ്സ് സംഭവം പോലെ. അപ്പോൾ ശരിക്കും ഓരോ ദിവസവും ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ തന്നെയാണ് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഒരു ക്വിസ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ടോപ്പിക് ഇതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ക്വിസിൻ്റെ ആ ടയർ 1 സമയത്ത്. അപ്പോൾ ഒരു എക്കണോമിക്സിൻ്റെ ടോപ്പിക്കാണെന്ന് തോന്നുന്നു. എക്കണോമിക്സിൻ്റെ ടോപ്പിക്ക് വരുമ്പോൾ അധിക ടോപ്പിക്കും മച്ചു തന്നെ ഡിസ്കസ് ചെയ്തു. കാരണം കുറച്ചൊന്ന് GK നല്ലൊരു എഡ്ജ് ഉണ്ട്. ഓൾറെഡി ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ശരിക്കും പറഞ്ഞാൽ സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ നമ്മളെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കും. അതേപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ മച്ചുവാണ് ശരിക്കും മാനേജ് ചെയ്യുന്നത്. മച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറേ പേർക്ക് അറിയാനുണ്ടാവില്ല. നമ്മളെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്ന GST ഇൻസ്പെക്ടറായിട്ട് ക്ലിയർ ചെയ്ത അനേക ആളുകളെ മാറ്റാൻ പറ്റുന്നില്ല, അനേകം പറയാൻ പറ്റുന്നില്ല, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എക്കണോമിക്സിൻ്റെ ഡേ വന്നപ്പോൾ അച്ചു പറഞ്ഞു ഇതെൻ്റെ കയ്യിൽ നിൽക്കില്ല, ഇത് നമുക്ക് നടക്കുന്ന കേസല്ല, കംപ്ലീറ്റ് സ്ട്രേഞ്ചർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ എന്താ പറഞ്ഞു, അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം, ക്ലാസ് കാണാൻ പറഞ്ഞു. അപ്പോൾ നേരെ SSC മലയാളിയിലെ നമ്മൾ ആപ്പ് കയറി എക്കണോമിക്സിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ആപ്പിൻ്റെ PDF ആണ് നമ്മൾ ഫോളോ ചെയ്തത് മൊത്തം. ക്ലാസ്സിലാണുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് ആ ഡേ കൊണ്ട് തീർക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ എക്കണോമിക്സിൻ്റെ കുറച്ചൊരു ബേസിക്, അതായത് എന്തൊക്കെയാണ് ടേംസ് എന്നൊക്കെ പറയുന്നത് ഒരു 1-2 ക്ലാസ് മാത്രം ഒന്ന് 2x ഇട്ടിട്ട് ജസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അന്ന് ഫിനിഷ് ചെയ്തു. ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ആ PDF ഒന്ന് വായിച്ചപ്പോൾ കുറച്ചൊക്കെ ഒന്ന് റെഡിയായി, ഈ കൺസെപ്റ്റുകളൊക്കെ ഒന്നൊക്കെ റെഡിയായി. അങ്ങനെ തന്നെയാണ് അന്ന് ക്വിസ് അറ്റൻഡ് ചെയ്തത്. അന്ന് ക്വിസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത്യാവശ്യം നല്ലപോലെ മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ടോപ്പൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ആവറേജ് മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക്സ് ഒക്കെ ഞങ്ങൾ പിന്നെ PYക്ക് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ടയർ 1 ലാസ്റ്റ് 1 മന്ത് ഞങ്ങളുടെ ഡിസ്കഷനിൽ മൊത്തം പ്രീവിയസ് ഇയർ ആയിരുന്നു. അതായത് 24 എക്സാം നടക്കുന്നതെങ്കിൽ 24-ലും 23-ലും നടന്ന എല്ലാ SSC എക്സാംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അത്രയും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? ഒരു 60-70% ഇമ്പോർട്ടൻസ് എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണെന്ന് തോന്നുന്നു. മാത്സിനൊക്കെയാണ് ചിലപ്പോൾ ഒന്ന് വാല്യൂസ് സംഭവങ്ങളൊക്കെ മാറുന്നത്. GK ഇംഗ്ലീഷൊക്കെ എന്തായാലും അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ DV കാര്യങ്ങളെല്ലാം കഴിഞ്ഞു? DV ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ, കഴിഞ്ഞ വീക്ക്. എപ്പോഴാണ് ജോയിനിങ് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ കിട്ടിയത് level 4 പോസ്റ്റാണ്. എന്തായാലും ഒരു level 7 കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഒന്നുകൂടെ കൊടുക്കും. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും എന്ത് മാറ്റമാണ് ഇനി അടുത്ത വർഷത്തെ പ്രിപ്പറേഷനിൽ മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തെ എന്തായാലും കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്. ഒന്ന്, ഞാനൊരു ഡിസിപ്ലിനും ഇല്ലാത്തൊരു പ്രിപ്പറേഷനാണ് ഫോളോ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സീരിയസ്നെസ്സോ അങ്ങനത്തെ ഒരു രീതിയിലേക്കൊന്നും ശരിക്കും പോയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി വെച്ചിട്ട് എന്തായാലും സിലബസ് ഒക്കെ കൃത്യമായ ഷെഡ്യൂൾ വെച്ചിട്ടൊക്കെ പോകണമെന്നുണ്ട്. വർക്ക് ചെയ്തുകൊണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് വെച്ചിട്ടൊന്ന് പ്ലാൻ ചെയ്യണം എങ്ങനെയായാലും. പക്ഷേ എന്തായാലും കോൺഫിഡൻസ് ലെവല് ഒരു പ്രാവശ്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ വേറെ തന്നെയാണ്. അത് ഞാൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ അങ്ങനെ ഇത് കിട്ടുമെന്നുള്ളൊരു സംഭവത്തിലാണെങ്കിലും ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ടയർ 1 ലാസ്റ്റ് മനസ്സിലായി. അപ്പോൾ ഒരു ടയർ 1 പഠിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയാം നമുക്ക് ലാസ്റ്റ് ഒരു മാസം നോക്കിയാൽ പോരെ എന്നൊക്കെയുള്ള രീതിയിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും അങ്ങനെ പോരാ, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തായാലും ചെയ്യണമെന്നിട്ട് നമ്മൾ കൃത്യമായ ഷെഡ്യൂൾ വെച്ചിട്ട്. കാരണം ഇപ്പോൾ നേരത്തെ തന്നെ ശ്രീഹരി പറഞ്ഞു മാത്സ് ഒക്കെ പലതും തട്ടിപ്പിലൂടെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ നമ്മൾ എപ്പോഴും ചിലപ്പോൾ നടന്നുകൊള്ളുന്നില്ല. ചില കേസിൽ നമുക്ക് നല്ല ക്വസ്റ്റൻ ഒക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവാനാണ്. അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക, നന്നായിട്ട് പോവുക. പിന്നെ വേറെ നമ്മുടെ വരാൻ പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കുക? വരാൻ പോകുന്ന ഞാനിപ്പോൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ ശരിക്കും പറയാനുള്ളത്, അതായത് എലോൺ ആണെങ്കിൽ, അതായത് ഒറ്റയ്ക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് എന്തായാലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും. കോഴ്സ് ആയാലും എന്തായാലും ഒരു SSC മലയാളിയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുന്നത് എന്തായാലും നമ്മളൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നതാണ്. ഓൺലൈൻ ആയാലും എനിക്ക് തോന്നുന്നു ഓൺലൈനെക്കാട്ടും ഗൈഡൻസ് തരാൻ ഒരു ആളോ ഒരു ടീമോ അങ്ങനെ എന്തും നമ്മുടെ എപ്പോഴും ഉള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതിലൊരു ഡൗട്ടില്ല. എങ്ങനെയായാലും
ഈ പ്രിപ്പറേഷനിൽ നമ്മളെ ഒന്ന് ഡൗൺ ആകുമ്പോൾ നമ്മളെ ഒന്ന് അപ്പാക്കാനും അതേപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനും ക്ലിയർ ചെയ്യാനും ഒരു ഫാക്കൽറ്റീസോ അല്ലെങ്കിൽ അത് ഞാൻ എപ്പോഴും കുട്ടിയോട് പറയുന്നതാണ്. നമ്മൾ എപ്പോഴും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതായത് കോച്ചിങ്ങിന് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അത് ഓൺലൈനായിട്ട് മെൻറ്റർ ആവാം, ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ ആളുകളാവാം. അങ്ങനെ എന്തുണ്ടെങ്കിലും അതൊരു നല്ലത് തന്നെയാണ് അല്ലേ? അത് എപ്പോഴും ഒരു ബൂസ്റ്റ് തന്നെയാണ്. എപ്പോഴും ഒരു മോട്ടിവേഷൻ ലെവൽ എപ്പോഴും ഒരു കീപ്പ് അതിന് മുകളിൽ നിൽക്കാനും ഒരു നല്ലതാണ്. നമ്മൾ എപ്പോഴും സെൽഫായിട്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ഡൗൺ ആയി പോകാനൊക്കെ സാധ്യതയുണ്ട്. ഒരു മൊറൽ ഡൗൺ ആകുമ്പം എപ്പോഴും ഒന്ന് പുഷ് ചെയ്യാൻ ആൾക്കാരുള്ളത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഈ പുതിയ വരുന്ന ആസ്പിരൻസിനോട് എന്താ പറയുകയെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യാനുള്ള യു ഡു യുവർ തിങ്സ് അങ്ങനെ പറയുകയാണെങ്കിൽ പറയാം. അതായത് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് നമ്മളത് നീറ്റായിട്ട് ചെയ്തു പോവുക. അപ്പോൾ ഡെയിലി നമുക്കൊരു എയിം വേണം. ഞാനിന്നൊരു മോക്ക് ചെയ്യും. ഞാൻ ഈ മോക്ക് ചെയ്തിട്ട് എനിക്ക് എന്താണ് ഇന്നത്തെ വീക്ക്നെസ് എന്ന് ഞാൻ നോക്കിയിട്ട് നാളത്തേക്ക് എനിക്കത് കറക്റ്റ് ചെയ്യാനുള്ളൊരു സ്റ്റെപ്പ് ഞാൻ എന്തായാലും എടുത്തിരിക്കും. നാളെ മൊത്തം കറക്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു സ്റ്റെപ്പ് ഞാൻ നാളെ എടുത്തിരിക്കും എന്നൊരു രീതിയിൽ. അപ്പോൾ നാളെ അത് മോക്ക് ചെയ്യുമ്പം ആ മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കാനുള്ളൊരു സംഭവം ഞാൻ എടുക്കും. അതായത് ഇപ്പോൾ ഞാൻ സിലബസ് നോക്കാണ്ട് വന്നതുകൊണ്ട് എനിക്ക് പല ഇക്വേഷൻസും അറിയില്ലായിരുന്നു. ഈ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇക്വേഷൻസ് അറിയാതെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ആയിപ്പോയ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റോപ്പായി പോയാൽ ഞാൻ പിന്നെ അത് നോട്ട് ചെയ്തിട്ട് അപ്പോൾ ആദ്യം വേണ്ട നമ്മുടെ മിസ്റ്റേക്ക് എല്ലാം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ശ്രീഹരി എന്തായാലും ഈ ഒരു മാക്സിമം 10 ഡേയ്സിനുള്ളിൽ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ 10-20 ഡേയ്സിൻ്റെ ഉള്ളിൽ ജോലി ഞാൻ കയറാൻ പോവാണ്. അപ്പോൾ ഇനി ഇത്രയും കാലം നടന്ന പോലെ ഒരു ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് സംസ്ഥാന ഗവൺമെൻറ് ജോലി റിസൈൻ ചെയ്ത് ഇനി കേന്ദ്ര ഗവൺമെൻറ് ജോലിയിലോട്ട് പോവാണ്. അപ്പോൾ അവിടുത്തെ ആ ജോലിയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് വരട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.